മിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ മരണത്തിന് ശേഷം കഥ അടച്ച് നഷ്ടധൈര്യരായി ഭയന്നിരുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവായ സഹായകനെ നൽകി ശക്തിപ്പെടുത്തി പാപങ്ങൾ മോചിക്കുവാനും പാപങ്ങൾ ബന്ധിക്കുവാനുള്ള അനുഗ്രഹം നൽകുന്ന കർത്താവിനെ സുവിശേഷം ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രധാന കാര്യം നഷ്ടധൈര്യരാകരുത് എന്നതാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിവരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ വിവരണമനുസരിച്ച് ഇതിനു മുമ്പ് മഗ്ദലന മറിയം മാത്രമാണ് ഉത്ഥിതനായ ഈശോയെ കണ്ടിട്ടുള്ളത്. പത്രോസും യോഹന്നാനും ശൂന്യമായ കല്ലറയ്ക്ക് സാക്ഷികളാണെങ്കിലും അവരാരും ഉദ്ധാനം ചെയ്ത് ഈശോയെ ഇതുവരെ കണ്ടിട്ടില്ല. ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും ശിഷ്യന്മാരുടെ പ്രതികരണമാണ് ഇന്നത്തെ തിരുവചനങ്ങളുടെ ഉള്ളടക്കം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് നമ്മുടെ പുനഃസൃഷ്ടി ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ദിവസം. ഭയങ്ങളും വീഴ്ചകളും തകർച്ചകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാനുള്ള അവസരങ്ങളാണ്. നമ്മുടെ മുറിവുകൾ ഉന്നതത്തിലേക്കുള്ള വളർച്ചയുടെ പടികളാണ് എന്ന തിരിച്ചറിവ് സമാധാനം അഥവാ സുസ്ഥിതിക്ക് നമ്മെ നയിക്കും. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായി മാറും. ഉത്ഥിതൻ്റെ ശരീരത്തിലെ തിരുമുറിവുകളിലേക്ക് നോക്കി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ബലം പ്രാപിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നമുക്ക് ലഭിക്കുമാറാകട്ടെ. പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന് പ്രാർത്ഥന നമുക്ക് പ്രത്യേകം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.